ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തന്തൂരി ഷവർമയുടെ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതേപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, അതേപോലെ ഒരു 2 ടീസ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരല്പം കസൂരിമേത്തി ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ഞാൻ മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കനൽ ഇട്ട് കൊടുക്കാം. ഒരല്പം ഓയിലും കൂടി ആക്കിയ ശേഷം ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. അതിനുശേഷം ഈ ബൗൾ എടുത്ത് മാറ്റണം. അങ്ങനെ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഷവർമയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരല്പം കാബേജ്, അതേപോലെ ക്യാരറ്റും, ഒരല്പം കുക്കുംബർ ചെറിയ കഷ്ണാക്കി മുറിച്ചതും, ഒരു ചെറിയ സവാളയുടെ പകുതിയും, ഒരു ചെറിയ തക്കാളി, ഒരല്പം മല്ലിയില. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഇവിടെ ചെറിയ പീസാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുബൂസ് ഇതേപോലെ ഒന്ന് അടർത്തിയെടുക്കാം. ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ 2 സൈഡും മയോണൈസ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രയും ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മുകളിൽ മയോണൈസും കൂടി ആക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ഷവർമ കഴിക്കാൻ വേണ്ടി നല്ലൊരു ടേസ്റ്റാണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു ദിവസം പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.